ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു SR ഫാഷൻ എന്നുള്ള ചാനലും നമ്മുടെ ബിസിനസ്സും ഇത് തുടങ്ങാനുണ്ടായ ഒരു കാരണം അതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു നൈറ്റി ബിസിനസ് ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങിയിട്ട് മീഷോയിൽ നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം. മീഷോയിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി നമ്മുടെ പ്രോഡക്റ്റ് നമ്മളതിൽ കാറ്റലോഗിൽ ഇട്ട് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കതിൽ എങ്ങനെ പ്രൈസ് ഇടണം എന്നുള്ള കാര്യമൊന്നും അത്രയ്ക്ക് അങ്ങ് അറിയുന്നുണ്ടായിരുന്നില്ല. മീഷോ അവരുടെ ഡെലിവറി ചാർജ് എടുത്ത ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി എമൗണ്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് നമുക്ക് മീഷോയിൽ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് മനസ്സിലായത്, മീഷോയിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിനേക്കാൾ കൂടുതൽ പൈസ ഇട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. കാരണം ഡെലിവറി ചാർജ് കഴിഞ്ഞ ശേഷമേ നമുക്കത് കിട്ടത്തുള്ളൂ. കൂടാതെ നമ്മൾ ലേബൽ ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മൾ പാക്കിംഗ് കവറൊക്കെ വാങ്ങി വെച്ചിട്ടാണ് നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്തതും ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുള്ള ഫ്രോക്ക്, ഇതൊക്കെ നമ്മൾ മീഷോയിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവരുടെ ഡെലിവറി ചാർജിനേക്കാൾ കൂട്ടി നമുക്ക് കയ്യിൽ വരേണ്ട എമൗണ്ട് സെപ്പറേറ്റ് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് നല്ലൊരു ഇൻകം മീഷോയിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ പൈസ കൂട്ടിയിട്ടാലും മീഷോൻ്റെ സജഷൻ നമുക്ക് വരും, പ്രൈസ് കുറയ്ക്കണം, വ്യൂസ് കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് നമുക്ക് വരുന്ന സമയത്ത് നമ്മളത് ഓക്കെ അടിച്ച് പോകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് സെയിൽ നടക്കും. പക്ഷേ ഒരു ലാഭം നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. കാരണം കിട്ടുന്ന പൈസയിൽ പകുതി ഡെലിവറി ചാർജായിട്ട് അങ്ങനെ പോയിരുന്നു. പിന്നീട് മനസ്സിലാക്കി, അങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ പോവാതിരുന്നാൽ ഓർഡേഴ്സ് കുറയും എങ്കിലും കൂടിയിട്ട് നമ്മുടെ ആ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ മീഷോയിൽ ഒരു അക്കൗണ്ട് കൂടി തുടങ്ങി മീഷോയിലൂടെ നമ്മുടെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴി കൂടിയാണ്. നമ്മൾ XL സൈസിലും XXL സൈസിലൊക്കെ നൈറ്റീസും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ മീഷോയിലൂടെ വരുന്നതായിരിക്കും. വീഡിയോസിൽ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നൈറ്റി ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ലാഭമൊന്നും ഇല്ലാതെ നഷ്ടമായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മീഷോയിലൂടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിർത്തിവെച്ചവരൊക്കെ വീണ്ടും അവരുടെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഗ്രോത്തും അതുപോലെ നമ്മൾ ഈ ഒരു ബിസിനസ് നൈറ്റി ബിസിനസ്സിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും കൂടിയിട്ട് പിന്നീട് നമുക്ക് ഒരുപാട് ചുരിദാറായിട്ടും ഫ്രോക്കായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാറുള്ളത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചാനൽ തുടങ്ങി ഇതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക. അതല്ല വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മീഷോയിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.